ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5. ആ ക്ലാസ്സിൽ 340 പെൺകുട്ടികളാണ് ഉള്ളത്. ആകെ കുട്ടികളുടെ എണ്ണം കാണുക. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5. ആ ക്ലാസ്സിൽ 340 പെൺകുട്ടികളാണ് ഉള്ളത്. ആ ക്ലാസ്സിൽ 340 പെൺകുട്ടികളാണ് ഉള്ളത്. നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം അറിയില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അറ്റത്തെയും തമ്മിൽ ഗുണിക്കുക. 6 × 340 സമം നടുവിലത്തെ രണ്ടും കൂടി ഗുണിക്കുക. ഇവിടെ അറിയാത്തത് കൊണ്ട് നമുക്കിത് എക്സ് എന്ന് കരുതുക. അപ്പോൾ ഗുണിക്കുമ്പോൾ 5x എന്ന് വരും. 6 × 340 സമം 5x. എക്സ് എങ്ങനെ കാണുക? എക്സ് സമം ഇൻറ്റു 5 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 5 എന്നാവും. അപ്പോൾ 6 × 340/5 സമം 6 ഇൻറ്റു ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാം. 6 5 30 ശിഷ്ടം 4 40 8 5 40 68 എന്ന് വരും. അപ്പോൾ 6 × 68 6 8 48 ശിഷ്ടം 4 6 6 36 4 40. നമുക്ക് കിട്ടിയത് എക്സിൻ്റെ വില കിട്ടിയത്, അത് ആൺകുട്ടികളുടെ എണ്ണം കിട്ടി. നമുക്ക് ചോദ്യം എന്താണ്? ആകെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി കൂട്ടുക. ആൺകുട്ടികളുടെ എണ്ണം 408, പെൺകുട്ടികളുടെ എണ്ണം 340. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോൾ 8 4 4 3 7. ആ ക്ലാസ്സിൽ ആകെ കുട്ടികളുടെ എണ്ണം 748. ഈ കണക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം അറിയില്ല, അത് എക്സ് എന്നെടുക്കുക ഇൻറ്റു നമുക്കിതിൽ പെൺകുട്ടികളുടെ എണ്ണം അറിയണത്. ഈ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇതിലെടുക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും 6:5 പറയുമ്പോൾ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ 5 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 5/6 5 കൂട്ടുക 11. ആകെ കുട്ടികൾ ഇൻറ്റു പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ ബൈ അംശബന്ധത്തിലത്തെ അക്കങ്ങളുടെ തുക എഴുതി സമം പെൺകുട്ടികളുടെ എണ്ണം എഴുതുക. എത്രയാണ്? 340. ഇതെന്ന് എങ്ങനെ എക്സ് കാണുക? എക്സ് സമം അപ്പുറത്ത് 340 ഉണ്ട്, ഇൻറ്റു 5/11 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക 11/5. ഇവിടെ 340 കൂടി വെട്ടിച്ചുരുക്കാം. 340 5 വെട്ടിച്ചുരുക്കുമ്പോൾ 68 എന്ന് വരും. ഇവിടെ 68 എന്ന് വരും. 68ഉം 11 കൂടി ഗുണിക്കുക. 68 × 11 68 × 11 11 8 88 ശിഷ്ടം 8 11 6 66 8 74 എക്സ്. അതായത് ആകെ കുട്ടികളുടെ എണ്ണം 748.